അണ്ണാ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. ഇനി എന്റെ സുനി അണ്ണനെ പിടിച്ചാ കിട്ടൂല. അതങ്ങനെയാണ്. ഇനി എന്റെ അണ്ണൻ അങ്ങ് സായപ്പന്മാരുമായിട്ടൊക്കെയാണ് ബന്ധം വെക്കാൻ പോണത്. ഓ ഇത് ഇത്രയും നാളില്ലാത്തൊരു ബിൽഡപ്പ് ആണല്ലോ. ചുമ്മാ അല്ലെന്ന്, എന്റെ അണ്ണ ശാസ്ത്രജ്ഞനായി. ഓ അണ്ണ ശാസ്ത്രജ്ഞനായി. അണ്ണന് ഏത് നോവലിന്റെ പ്രൈസ് എന്നാ കിട്ടാൻ പോണത്? നോവലിന്റെ പ്രൈസ് അല്ല, കാഞ്ഞിരകുളം പള്ളിക്കൂടത്തിൽ പത്യപാരായണം പാടുമ്പോഴേ അപ്പൊ ട്രോഫി കിട്ടും. ഭയങ്കര കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് സായിപ്പന്മാർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് നോബൽ പ്രൈസ്. അതാണ്. അപ്പൊ ഈ സീരിയൽ സമ്മാനം എന്തരണ്ണ? അത് കല്ലുവട്ടാങ്കുടിയിലെ നിന്റെ ചിറ്റപ്പൻ ഗിൽവർട്ടില്ല ജംഗ്ഷനിൽ കിടന്ന് കാണിക്കുമ്പോ നാട്ടുകാർ കൊടുക്കണത്. അണ്ണ എന്താ അതൊക്കെ ഇവിടെ പറയണത്? വെള്ളിയാഴ്ച അല്ലാതെ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയണല്ലേ? അത് എന്തെങ്കിലും ആവട്ടെ അണ്ണ. എന്റെ അണ്ണനോടല്ല ഭയങ്കര കണ്ടുപിടുത്തമാണ് കേട്ടോ. ഇപ്പൊ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഒക്കെ അങ്ങ് കണ്ടുപിടിച്ചോളയും. കണ്ടുപിടുത്തമാണല്ലോ അളിയാ മാതാവിന്റെ ആവശ്യം. അല്ലല്ല, മാതാവിന്റെ കണ്ടുപിടുത്തമാണല്ലോ ആവശ്യം. കണ്ടുപിടുത്തോ മാതാവ് അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ഒരു ഇംഗ്ലീഷില്. ആവശ്യം കാരണം എന്നെ തന്നെ കണ്ടുപിടിച്ചു. ആവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ മാതാവ്. അത് തന്നെ അത് തന്നെ. അളിയാ ഇനി ഭയങ്കര കണ്ടുപിടുത്തമാണോ? അളിയാ അത് വേറൊന്നുമല്ല. പണിക്ക് പോവാതെ ഒരാഴ്ച വീട്ടിൽ കള്ളച്ചോറ് തിന്നോണ്ടിരുന്നപ്പോഴേ ഇവള് വന്ന് പണിക്ക് പോണില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കും. ആദ്യം സുനി എന്താണ് കണ്ടുപിടിച്ചത്? ഒരു വിളക്കും ഒരു കിണ്ടിയും. വിളക്കും കിണ്ടിയോ? അതിനെന്താണ് കണ്ടുപിടിക്കാനുള്ളത്? അല്ല അയ്യോ പ്രത്യേകത ഒന്നുമില്ല. വൈകുന്നേരം 6 മണിക്ക് കൊളുത്തി വെച്ചാണ് വിളക്കും കിണ്ടിയും തന്നെ. എവളപ്പം കുടിച്ചിട്ട് വന്നെടുത്ത് കിണറ്റിയിട്ടത്. കിണർ പറ്റിച്ചപ്പോ ഞാനാണ് കണ്ടുപിടിച്ചു കൊടുത്ത. അപ്പൊ ഇമ്മാതിരിയുള്ള കണ്ടുപിടുത്തം? അയ്യോ അല്ല, വിദ്യുത് ശക്തിപരമായ കണ്ടുപിടുത്തം. വിദ്യുത് ശക്തിപരമായ കണ്ടുപിടുത്തം. അളിയനെ ഈ ആനോടും കാതോടും എന്താണെന്നറിയാവോ? എന്തരണ്ണ? ആനോടും കാതോടും നിങ്ങൾക്കത് അറിഞ്ഞൂടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാ പോരെ. നിങ്ങൾ എന്താ അണ്ണന്റെ അടുത്ത് ചോദിക്കണത്? ആനോടെന്ന് പറയണത് നെയ്യാർ ഡാമിൽ പോണ വഴിക്കുള്ള സ്ഥലം. കാതോടെന്ന് പറഞ്ഞ അണ്ണൻ കേട്ടിട്ടില്ലേ? കാതോട് കാതോരം. എന്റെ അടുത്ത് ചോദിച്ചാ പോരെ, ഞാൻ പാടി തരൂലേ. ഞാൻ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയവളെ വായടയ്ക്കുള്ള ഒരു മെഷീൻ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെന്ന്. പിന്നെ ഈ ആനോടും കാതോടെന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ സംബന്ധിച്ച സാധനങ്ങളാണ് തന്നെ. കറണ്ട് വെച്ചുള്ള കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷെ അങ്ങനെ ആവുമ്പോ കറണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. അറിയാം. ആരാണ് വൈദ്യുതിയുടെ പിതാവ്? നമ്മൾ ഓട്ടോ ഓടിക്കുന്ന രവിയണ്ണൻ. വൈദ്യുതിയുടെ പിതാവ് നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള വൈദ്യുതി ഓട്ടോ ഓടിക്കുന്ന രവിയാണ്. രവിയണ്ണനാണെങ്കിൽ കടം കയറിയിട്ട് ഇപ്പൊ പെട്രോൾ ഓട്ടോ വിറ്റിട്ട് ഡീസൽ ഓട്ടോയാണ് എടുത്തത്. അങ്ങേര് എവളെ വായില് മണ്ണടിക്കാൻ. കറണ്ടില്ലേ, കറണ്ടിന്റെ പിതാവാരെന്നാണ് കഷ്ടം തന്നെ കേട്ടോ. തന്തിയന്റെ കാര്യം കറണ്ടിനെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് എന്തറിയോ? അതല്ലെന്ന്. കറണ്ട് എന്ന് പറഞ്ഞ സാധനമില്ലേ, കൊട്ട അടിക്കുന്ന സാധനം കറണ്ട്. അത് കണ്ടുപിടിച്ച അതിന്റെ പിതാവാരെന്നാണ് അളിയൻ ചോദിച്ചത്. അതാണോ ചോദിച്ചത്? അത് നേരത്തെ ചോദിക്കണ്ടേ? ആരെണ്ണ? ആരളിയാ? എനിക്കറിഞ്ഞൂടാ. മൈക്കിൾ ഫാരഡേ ആണ്. അപ്പൊ എനിക്കറിയാം. നാദൃശ. മൈക്കിൽ പാരഡി പാടുന്നത് നാദൃശ. നാദൃശ മാത്രമല്ലടി, ബി.ഡി. രായപ്പണ്ണനും പാടും. ഞാൻ രണ്ടുപേരെ ഫാനാണ്. രണ്ടുപേരെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല, മൈക്കിൾ ഫാരഡേ അദ്ദേഹമാണ് പിതാവ്. പറഞ്ഞിട്ട് കാര്യമില്ലളിയാ. ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെ ഇതിന്റെ ജീവിക്കും? അളിയൊന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ സായിപ്പന്മാരെ കണ്ടുപിടിക്കണം. അളിയാ ഈ ചന്ദ്രനിൽ പോയി ആദ്യമായിട്ട് കാലുകുത്തിയ ഞാനാണെന്ന് അളിയൊന്ന് ചിന്തിച്ചിട്ടുണ്ടാ? ചിന്തിച്ചിട്ടില്ലല്ലോ. എന്നാലുള്ള അവസ്ഥ അളിയൻ കണ്ടിട്ടുണ്ടാ? എടി ചന്ദ്രി, ഞാനൊരു 10-11:30 മണിയൊക്കെ ആകുമ്പോ രാത്രി വീട്ടിലോട്ട് ലേറ്റായിട്ട് വന്നാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ രാവിലെ ഇറങ്ങി പോയത് തന്നെ. നിങ്ങൾ ഇത്ര നേരം എവിടെ ചെന്ന് കിടന്നു? ഈ വീട്ടിലെ വല്ല കാര്യം നിങ്ങൾക്ക് അറിയണ? ചായപ്പൊടിയില്ല, പഞ്ചസാരയില്ല. ഇതൊക്കെ പിന്നെ ആര് വാങ്ങിച്ചോണ്ട് വരും? എനിക്ക് ഈ വീട്ടിൽ ജോലി ചെയ്യണതിന്റെ ഇടയിൽ ഞാൻ ഇതിന് പോകണോ വെളിയില്? ഒരു ഉത്തരവാദിത്വമല്ല. നിങ്ങൾ എവിടെ ചെന്ന് കിടന്ന്? ചന്ദ്രൻ കാല് കുത്താൻ പയ്യ. നിങ്ങൾ അങ്ങനെ കറങ്ങിക്കൊണ്ടിടക്കി തെണ്ടിക്കൊണ്ട്. വീട്ടിലും ഗുണയില്ല, നാട്ടിലും ഗുണയില്ല, ഒന്നിനും ഗുണയില്ലാതെ വന്ന് നിൽക്കണം. കണ്ടാ ഇറങ്ങി വരണ? കണ്ടാ ഇതൊന്നും അല്ല ഇന്ത്യക്കാർ കാല് കുത്താത്ത. അതെ ചന്ദ്രി, ഞാൻ ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാല് കണ്ടുപിടുത്തങ്ങളാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത്. അപ്പൊ അതിനൊരു പ്രോത്സാഹനം കൊടുക്കണം. ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ അല്ലേ? അതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ലോകത്തിനെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തം വല്ലതും വേണമെങ്കിൽ കല്യാണത്തിന് മുമ്പ് ആയിക്കോണം. കല്യാണം കഴിഞ്ഞാൽ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റിയ പിള്ളേർ സംഭവിക്കില്ല. പിന്നെയാണ് ലോകത്തിനെ മാറ്റി മറിക്കണം കണ്ടുപിടുത്തം. അല്ല പറയണ്ട, ഞാൻ പറഞ്ഞതന്നെ ഉള്ളു. ഞാൻ ചോദിക്കട്ടെ, ശരി ചന്ദ്രയുടെ കാര്യം വിട്. സുനിക്ക് ഇത് ചെയ്യുമ്പോ നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടോ? തള്ളേ പട്ടിത്താറ്റും പരിഹാസവും. ഒരു മനുഷ്യ സപ്പോർട്ടില്ലെന്ന്. സത്യം. ജംഗ്ഷനിലോട്ട് ഇറങ്ങിയപ്പോ ഡക്ലാസ് അണ്ണനെ നോക്കി പുച്ഛിച്ച് ചോദിച്ചു, നീ ഭയങ്കര ശാസ്ത്രജ്ഞനല്ലേ, പറ്റുമെങ്കിൽ എന്റെ മോസിപ്പട്ടിയുടെ വാലൊന്ന് നൂത്തുതരായി. എന്നാ നീ ശാസ്ത്രജ്ഞനാണെന്ന്
പറഞ്ഞത് ഞാൻ സമ്മതിക്കാന്ന്. എന്നിട്ട് നൂട്ട് കൊടുത്താ ഞാൻ വിട്ടു കൊടുക്കുവോ? ഞാൻ അത് സിമ്പിൾ പരിപാടിയിൽ ഞാൻ നൂത്ത് കൊടുത്ത്. നൂത്ത് കൊടുത്തളിയാ. പട്ടിയുടെ പാല് നൂത്താ? അതിന് വലിയ ശാസ്ത്രം ഒന്നും പഠിക്കണ്ട. ഒരു ഈ നീളത്തിലുള്ള ഒരു സ്റ്റീൽ പൈപ്പ് എടുക്കണം. പൈപ്പ് എടുത്തിട്ട് പട്ടിയുടെ വാലായിലേക്ക് കയറ്റണം. എന്നിട്ട് നിശ്ചിത അളവിൽ നീരാവി അതിലൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോ പട്ടിയുടെ വാല് നൂന്ന് കിട്ടും. സിമ്പിൾ ട്രിക്കാണ്. സംശയം ഉണ്ടോ? അതിന് സംശയം ഉണ്ടോ? പിന്നല്ലാതെ എവിടെ ചോദിച്ചോക്ക്. എന്നാ സത്യത്തില് പട്ടിയുടെ വാലൊന്നൂന്ന്. ഓ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പട്ടി ഇപ്പൊ കുറയ്ക്കുമ്പോ വാക്കത്തൂടെ പോകുകയാണ് പറഞ്ഞത്. നീ അതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? പറഞ്ഞത്